ഡ്യൂക്കിൻ്റെ സ്പോക്കറ്റ് നമ്മൾ 220 കയറ്റാൻ പോകണം കേട്ടോ. നമുക്ക് വണ്ടിയുടെ ഗുണങ്ങൾ ദോഷങ്ങൾ പറയാം കേട്ടോ. ആദ്യം നമുക്ക് ഗുണങ്ങൾ പറയാം. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക്ഷോപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇത് എൻ്റെ കയ്യിൽ നിൽക്കാത്ത ഒരു പരിപാടിയാണ്. നമ്മുടെ ഡ്യൂക്കിൻ്റെ സ്പോക്കറ്റ് നമ്മളെ ഈ 220 ഇടുന്നതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഡ്യൂക്കിൻ്റെ സ്പോക്കറ്റ് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ ബാക്ക് സ്പോക്കറ്റ് മാത്രമായിട്ട് മാറിയതാണ് കേട്ടോ. ഈ ഒരു ബാക്ക് ഡ്രൈവില്ലേ, ഈ ഡ്രൈവ് മാത്രമായിട്ടാണ് കേട്ടോ കയറ്റിയത്. ഇത്രയും വലുപ്പം തോന്നിക്കും. സ്റ്റോക്ക് സോക്കറ്റ് 36 ടീത്താണ് കേട്ടോ സ്റ്റോക്ക്. ഇത് വരാൻ നേരത്ത് 42 ടീത്താണ് നമ്മുടെ ഡ്യൂക്കിൻ്റെ വരുന്നത്. അത് ഫസ്റ്റ് മോഡൽ. ഇപ്പോഴത്തെ മോഡൽ ടീത്ത് കറക്റ്റാണ്, പക്ഷേ സ്പോക്കറ്റിൻ്റെ എണ്ണം കൂടുതലാണ്, ഈ ഹോളിൻ്റെ എണ്ണം കൂടുതലാണ്. ഇപ്പോൾ വരുന്ന 6 കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ മോഡൽ സൂട്ട് ആകത്തില്ല. നിങ്ങൾ 220 സെറ്റ് ചെയ്യണമെങ്കിൽ പഴയ മോഡൽ തന്നെ വാങ്ങണം. പക്ഷേ ഇത്തവണ എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ബാക്ക് ഡ്രൈവ് മാത്രമാണ് വാങ്ങിച്ചത്. പക്ഷേ ഇത്തവണ ചെയിൻ സ്പോക്കറ്റോടെ മാറാൻ കേട്ടോ. ചെയിൻ സ്പോക്കറ്റ് സെറ്റോടെ മാറാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചെയിനും കൂടെ, ഇത് ലോക്ക് വരാത്ത ചെയിനാണ് ഡ്യൂക്കിൻ്റെ വരുന്നത്. പക്ഷേ അത് ലോക്ക് ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്ക്ഷോപ്പ് വന്നത്. ഇപ്പോൾ 220 ചെയിൻ ലോക്കാണ് കേട്ടോ. അതിന് തന്നെ 19 രൂപയോട് വണ്ടി സെറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇനി കാണാം. അപ്പോൾ ഇതാണ് പഴയ സ്പോക്കറ്റ്. ജസ്റ്റ് 1.5 വെച്ച് മോളിൽ കൂടെ വെച്ച് കാണിച്ചു തരാം. ഇത്രയും സ്പോക്കറ്റിൻ്റെ എന്താണ് ലെങ്ത് കൂടുതലാണ്, ഈ ഹോളാണ്. ഗൈസ്, അപ്പോൾ വേണ്ട ഫ്രണ്ടിലത്തെ സ്പോക്കറ്റ് സെയിം ആണ് കേട്ടോ. അതിൻ്റെ വലുപ്പവും കാര്യങ്ങളെല്ലാം ഹോളും കാര്യങ്ങളെല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുടച്ച് വെച്ചോളൂ, പിന്നെ അഴുക്കാക്കി ഇവിടെ തുടച്ചോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി പണിയെല്ലാം കഴിഞ്ഞിട്ട് കാണാൻ കേട്ടോ. ചെയിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചെയിനിട്ട് ടൈറ്റ് ചെയ്ത് ഓക്കെ ആക്കി, പുതിയ ചെയിനാക്കി. പിന്നെ ഒരു 3 കണ്ണ് മുറിച്ചിട്ടാണ് കേട്ടോ ഇട്ടത്. 3 കണ്ണ് എടുത്തായിരുന്നു. ഇതിൻ്റെ കാലത്ത് ഷൂട്ടാകത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ലൂസായി കിടക്കും. അതുകൊണ്ട് 3 കണ്ണ് മുറിച്ചടഞ്ഞിട്ടാണ് പുതിയ ലോക്കറ്റ് ചെയിൻ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് ഞാൻ ഓടിച്ചിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറിയിട്ട് 500 കിലോമീറ്റർ ഓടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പെട്ടെന്ന് ഓടിയത്. സംഭവം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു, ഇടുക്കി പോയ വീഡിയോ ഒക്കെ. ഞാൻ സംഭവം ഈ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിട്ട് കുറച്ച് വണ്ടി ഓടിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ്. സംഭവം എൻ്റെ മൈക്കിൻ്റെ പ്രശ്നം കാണാൻ സംസാരിച്ചതെല്ലാം വെറുതെ ആയിപ്പോട്ടെ. ചുമ്മാ ഈ കൈ കൊണ്ടുള്ള ആക്ഷൻ മാത്രമേ ഉള്ളൂ, സംസാരമൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല, ഈ ഒരു ചെയിൻ സ്പോക്കറ്റ് ഇട്ടിട്ടാണ് ഇടുക്കി വരെ പോയിട്ട് വന്നാൽ. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ദൂരം ഓടിച്ചതിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ചെയിൻ സ്പോക്കറ്റ് മാറിയതിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ എനിക്ക് പറയാനും പറ്റും കേട്ടോ. സംഭവം ഈ ഡ്യൂക്കിൻ്റെ സ്പോക്കറ്റ് ഇടുമ്പം ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് കേട്ടോ. ദോഷങ്ങളെന്ന് പറയാനില്ല, അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും പിന്നെ കുറച്ച് നെഗറ്റീവ് സൈഡും, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രണ്ടും ഒന്നും തന്നെയല്ലേ അർത്ഥം. കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നമ്മൾക്കിപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ എൻ്റെ കണ്ണി നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സ്പോക്കറ്റ് കൊണ്ട് നല്ലോണം ഇഷ്ടപ്പെട്ട്. ഞാൻ എവിടെയെങ്കിലും വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഇതിനെ പറ്റി കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതാണ്ടോ നമ്മളൊരു അടിപൊളി സ്പോട്ടി കൊണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പോട്ടി വെച്ച് നിങ്ങൾ മുമ്പ് വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ചാനലിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യമായിട്ട് കിടക്കാം. അതാണ് നമ്മുടെ സ്പോക്കറ്റ്. അപ്പോൾ അന്ന് ഇട്ട സ്പോക്കറ്റ് അല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് കിലോമീറ്റർ ഓടിയിട്ട് നിന്നിരിക്കണം കേട്ടോ. ചെയിനിൽ ഇപ്പോൾ ലൂബ്രിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഴുക്കിനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം കേട്ടോ. ആദ്യം നമുക്ക് ഗുണങ്ങൾ പറയാം. ഗുണങ്ങൾ പറയാൻ നേരത്ത് ഈ ഒരു വണ്ടി കയറ്റാൻ നേരത്തുണ്ടല്ലോ, വണ്ടിക്ക് നല്ല സഡൻ പിക്കപ്പ് ആവും കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വലിയ വലിയ സ്റ്റണ്ട് ബൈക്കിലൊക്കെ കണ്ടുവേണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അവരുടെ ബാക്ക് സ്പോക്കറ്റ് വലുതാക്കുമല്ലോ. ഈ ചിലവരൊക്കെ ഈ ഒരു ബാക്ക് അലായിയുടെ അത്രയും ആക്കില്ല, അതിൻ്റെ പാതിയോളം ആക്കുന്ന ഒരു ചെയിൻ സ്പോക്കറ്റൊക്കെ കണ്ടാണ്. അപ്പോൾ അതൊക്കെ എന്തിനാണ് കയറ്റുന്നത് വെച്ചാൽ വണ്ടിക്ക് നല്ല സഡൻ പിക്കപ്പ് കിട്ടാൻ. സ്റ്റണ്ട് ബൈക്കിനൊക്കെ സഡൻ പിക്കപ്പ് ആണല്ലോ അവർക്ക് ആവശ്യം. അവർക്ക് ടോപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ആവശ്യമില്ലല്ലോ. അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഒരു വന്ന് വീലിയൊക്കെ അടിക്കണമെങ്കിൽ ഈസി ആയിരിക്കും.
ആ ഒരു സെയിം പെർഫോമൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളത്. അത്രയ്ക്ക് പവറില്ല എന്ന് വെച്ചാൽ ടീത്തിൻ്റെ എണ്ണം 42 ഉള്ളൂ. അതിൽ കൂടുതലായിരിക്കും കേട്ടോ. 52, 55 അങ്ങനെയൊക്കെ വരുന്ന ടീത്തുകളും ഉണ്ട് കേട്ടോ. 47 അങ്ങനെയൊക്കെ വരുന്ന ടീത്തുകളും ഉണ്ട്. അതിൻ്റെ ഇത് വാങ്ങിക്കാനൊക്കെ പറ്റും. എന്ന് വെച്ചാൽ 36 42 വന്നപ്പോൾ ടീത്തിൻ്റെ എണ്ണം കൂടി, ചെയിൻ്റെ വലിപ്പവും കൂടി. അപ്പോൾ വണ്ടിക്ക് സഡൻ പിക്കപ്പ് നല്ലോണം കിട്ടും. അങ്ങനെ കിട്ടാതെ വണ്ടി ഓടിക്കാൻ കുറച്ചും കൂടെ കുറച്ചും കൂടെ ത്രില്ലിംഗ് ആവും. എന്നുവെച്ചാൽ വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നേരത്തേക്ക് അങ്ങനെ നല്ല പവറാക്കി ഭൂം കയറി പോകും. പിന്നെ മാത്രമല്ല ബ്ലോക്കിൻ്റെ ഇടയിലൊക്കെ വെച്ച് നല്ല യൂസ് ആണ് കേട്ടോ. ബ്ലോക്കിൻ്റെ ഇടയൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോട്ടലെടുത്ത് നമുക്ക് പെട്ടെന്ന് കയറി പോകും. പിന്നെയും പറയണ്ട കേട്ടോ, നമ്മുടെ സിഗ്നലിലൊക്കെ സംഭവം എല്ലാം പറഞ്ഞു വരുന്ന ഒന്ന് തന്നെ സഡൻ പിക്കപ്പ്. ഈ റെഡൊക്കെ മാറി, സിഗ്നലൊക്കെ റെഡ് ലൈറ്റൊക്കെ മാറി ഗ്രീൻ ലൈറ്റ് ആവാൻ നേരത്ത് എടുത്തുകൊണ്ട് പോകുന്ന കുറച്ച് ആൾക്കാരാണ്. അതിലൊന്നാണ് ഞാനും. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ഇടുക്കി പോയ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അങ്ങനെയൊന്നും ചെയ്തുകൂടാ, പക്ഷേ എങ്കിലും ആ സമയത്തൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ചിലപ്പോൾ ഇന്ന് ഫ്രണ്ടൊക്കെ പൊങ്ങിയൊക്കെ പോകണമാണ്, അടിപൊളിയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡിലൊക്കെ. ഓക്കെ, ഇനിയിപ്പോൾ നെഗറ്റീവ് പറയുകയാണെങ്കിൽ വണ്ടിക്ക് ടോപ്പ് എൻഡ് കുറയും കേട്ടോ, അടിപൊളിയായിട്ട് കുറയും. ഇതിന് മുമ്പ് ഈ വണ്ടിയിൽ ഞാൻ ഈ ഒരു സ്പോക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഇട്ടത് ഞാൻ പറഞ്ഞില്ലേ, ഈ ചെയിൻ ഇട്ടിട്ടില്ല, ബേക്ക് ഡ്രൈവ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ. ചെയിൻ നമ്മളെ 220 ഈ ഡ്യൂക്കിൻ്റെ ഒക്കെ സെയിം അളവും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ അന്ന് ഞാൻ ചെയിൻ സ്പോക്കറ്റ് ഇട്ടിട്ട് 136 കയറിയായിരുന്നു. 136 കയറിയപ്പോഴും എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും തോന്നിയില്ല, വൈബ്രേഷനോ അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷേ ഇത്തവണ ഇട്ടപ്പം എന്താണെന്ന് അറിയാൻ വയ്യ. ഇത്തവണ ഇട്ടപ്പം ടോപ്പിൻ്റെ ഈ കാറ്റ് നോക്കാൻ വയ്യ. എന്ന് വെച്ചാൽ മീറ്റർ കംപ്ലൈൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ മാറ്റിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടോപ്പിൻ്റെ നോക്കാനുള്ള റോഡും ഇല്ല കേട്ടോ. ഈ റോഡ് നോക്കാനത്ത് നല്ല സ്ട്രെയിറ്റ് റോഡാണ്. പക്ഷേ ഈ റോഡിൽ ടോപ്പിന് ചെക്ക് ചെയ്യത്തില്ല. ആ കാണുന്ന എൻഡ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്ട്രെയിറ്റ് റോഡ്. ബാക്കി അങ്ങോട്ടൊക്കെ പിന്നെ മൊത്തം വളം തിരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ നോക്കാൻ പറ്റിയ റോഡ് ഇവിടെ ഇല്ല. ഇനി എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നോക്കിയിട്ട് ടോപ്പിൻ്റെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയാം. ഓക്കെ, എന്താണ് നെഗറ്റീവല്ലേ പറയാമെന്ന്. ഞാൻ അങ്ങനെ ടോപ്പിൻ്റെ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്ക് സ്പീഡിന് പോകണം, പക്ഷേ ഞാൻ ഈ ഓപ്പൺ റോഡിൽ നിന്ന് ഞാൻ അങ്ങനെ സ്പീഡിന് പോകത്തില്ല. ഞാൻ ഈ ബ്ലോക്കിൻ്റെ ഇടയിലൊക്കെ ജസ്റ്റ് വെട്ടിച്ച് കയറ്റി അങ്ങനത്തെ ഒരു സ്പീഡ് ഒക്കെ എനിക്കുള്ളൂ കേട്ടോ. എനിക്കിനി ഓപ്പണായിട്ട് കിടക്കാൻ റോഡിൽ വണ്ടിയൊന്നും ഇല്ലാത്ത റോഡിൽ സ്പീഡിന് പോകണം. എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ എനിക്ക് വരെ പ്രോബ്ലമൊന്നുമില്ല. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വൈബ്രേഷൻ വരും കേട്ടോ. നമ്മളിപ്പോൾ ടോപ്പിൻ്റെലോട്ട് കിടക്കുന്ന ആ സമയത്ത് സീറ്റിൻ്റെ ഭാഗത്തൊക്കെ നല്ല വൈബ്രേഷൻ വരും. ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക് എത്തിയില്ലെന്ന് പറഞ്ഞ് ചെറിയ വൈബ്രേഷൻ ഉണ്ട്. എനിക്കൊന്ന് ക്ലിപ്പ് ഹാൻഡിൽ ആവാൻ നേരത്തെ ഈ വൈബ്രേഷൻ ചിലപ്പോൾ വരത്തില്ല കേട്ടോ. ഇതിലിപ്പം ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ വന്നും പോയിക്ക് നിൽക്കുന്നു. പക്ഷേ സ്പോക്കറ്റ് മാറ്റുന്ന എല്ലാ വണ്ടിക്കും ടോപ്പിൻ്റെ പറയുക എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് മാത്രമല്ല, ഏത് വണ്ടി എടുത്തില്ല എൻ്റെ സ്പോക്കറ്റിൻ്റെ എണ്ണം ടീത്ത് കൂട്ടാൻ നേരത്ത് എല്ലാ വണ്ടിയുടെ ടോപ്പിനും കുറയും. അതൊരു സത്യമായ കാര്യമാണ്. പിന്നെ ഇത് കേട്ടുള്ള മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കാറാണ്. നിങ്ങൾക്കും അറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയൊക്കെ പോകാൻ നേരത്തുണ്ടല്ല ഇതിൻ്റെ പെർഫോമൻസ് മാറി വരും കേട്ടോ. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ടോപ്പിൻ്റെ നോക്കത്തില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 ഗിയറിലായിരിക്കും കൂടുതലും സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് പടപട കയറി പോവും, അടിപൊളിയായിരിക്കും. സെക്കൻഡ് ഗിയറിലൊക്കെ നമുക്ക് വേണമെങ്കിൽ തെറിച്ചരിച്ച് പോകാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പോക്കറ്റ് ഇടുന്നത് നല്ല ഗുണങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഡ്യൂക്കിൻ്റെ സ്പോക്കറ്റ് കയറ്റുമ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടുന്ന് പോവാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടൊക്കെ വീഡിയോ അടിക്കാനൊക്കെ അങ്ങനെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് അത് റോട്ടിൽ എടുത്തോ, അപ്പോഴേ പൊങ്ങിയതാ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പോകും. ബൈക്കാരെ പോട്ടെ, എന്നിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. ഇവിടെയൊക്കെ ഈ റോഡിൽ വണ്ടികളൊക്കെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് നേരത്തോടെ കാണിക്കാൻ പറ്റുന്നത്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, ഇപ്പോൾ വിശ്വാസമായ മറ്റേ സ്പോക്കറ്റ് ഇത്ര ഈസി ആയിട്ട് പൊക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൽ അടിപൊളിയായിട്ട് പോകും. എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് പോകും. നമ്മൾ ക്ലച്ച് റിലീസാക്കി ത്രോട്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇതങ്ങ് പോകും. അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റണ്ട് ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ ഇതിൽ അവന്മാർക്ക് പൂവാണൊക്കെ എടുത്തുകൊണ്ട് പോവാം. അമ്മാതിരി സഡൻ പിക്കപ്പ് ഈ വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കുത്തനെ കിടക്കുന്ന റോഡൊക്കെ ഇല്ലേ, അങ്ങനത്തെ റോഡൊക്കെ ഈ വണ്ടിയിൽ സിമ്പിളായിട്ട് കയറാൻ പറ്റും. ടോപ്പിൻ്റെ വിഷയം മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പോക്കറ്റ് കയറ്റുന്നത് എന്തുകൊണ്ടും ഓക്കെയാണ് കേട്ടോ. നല്ല ലൈഫും കിട്ടും. നല്ല 220 സ്റ്റോക്ക് കിടക്കുന്നതിനേക്കാളും നല്ല ലൈഫ് കിട്ടും. പിന്നെ എന്താണ്, കുറച്ചും കൂടെ തുടക്കത്ത് കുറച്ച് നല്ലൊരു അഗ്രസീവ് ആയിട്ടുള്ളൊരു പവറാണ് കേട്ടോ വണ്ടിക്ക്. പിന്നെ അങ്ങോട്ട് അതൊന്നും ഇല്ലെങ്കിലും തുടക്കം മാത്രം നല്ലൊരു പവർ കിട്ടും. എന്ന് വെച്ചാൽ 2 220 എടുത്ത് വെച്ചപ്പോൾ ഒന്ന് റൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 10 80 90 100 പോട്ട് 100 വരെ ആണെങ്കിൽ ഈ വണ്ടി ഫസ്റ്റ് കയറി പോകും. അതിനുശേഷം മറ്റു വണ്ടി കയറി പോകും. ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കൊണ്ട് വണ്ടി ഓക്കെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ടോപ്പിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അല്ലാത്ത പക്ഷേ ഞാൻ അങ്ങനെ നോക്കാറില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. ഒന്നുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടിക്ക് ഇപ്പോൾ 5 ഗിയറല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 6ാമത്തെ ഗിയർ ഉണ്ടെന്ന് ഒരു ചെറിയൊരു തോന്നൽ വരും. എന്ന് വെച്ചാൽ വണ്ടി ടോപ്പിലോട്ട് കിടക്കാൻ നേരത്ത് ഒരു ഗിയറും കൂടെ ഉള്ളെന്നൊരു തോന്നൽ. നമ്മൾ അറിയാതെ ക്ലച്ച് പിടിച്ച് ഇട്ട് നോക്കും. ഇട്ട് നോക്കുമ്പോൾ സ്റ്റക്ക് ആയിരിക്കും. അപ്പോഴാണ് അറിയാം നമ്മൾ
പഞ്ചായത്തേറെ മാറി കഴിഞ്ഞെന്ന് ആ ഒരു ഫീലോടെ തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മൾ നല്ല സ്പീഡിനൊക്കെ പോയിട്ട് നമ്മൾ എന്താ ഗിയർ ബ്രേക്ക് ചെയ്യില്ലേ, ഗിയർ ബ്രേക്ക് ചെയ്യാൻ നേരത്ത് പഴയതിനേക്കാളും കുറച്ചും കൂടെ ബ്രേക്കിംഗ് ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്പോക്കറ്റിനേക്കാളും കുറച്ചും കൂടെ ബ്രേക്കിംഗ് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ, കുറച്ചധികം കിട്ടുന്നുണ്ട്. അതൊരു പ്രത്യേകത കേട്ടോ. അത് എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ട്. എല്ലാവർക്കും അത് ഇടാൻ പാടായിരിക്കും. എന്ന് വെച്ചാൽ നോർമൽ റോഡിലൊക്കെ ഇടുകയാണെങ്കിൽ ഇടാൻ പറ്റും. പക്ഷേ നമ്മൾ പെട്ടെന്നൊരു ആക്സിഡൻറ്റൊക്കെ മുമ്പേ കാണുമ്പോഴേ ഈ ഗിയർ ബ്രേക്കിംഗ് ആൾക്കാർ പെട്ടെന്ന് ചെയ്യത്തില്ല. അവർ പെട്ടെന്ന് ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും കൂടെ ഒറ്റ പിടിയായിരിക്കും. അത് ABS ഇല്ലാത്ത വണ്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പം നമ്മളെപ്പോഴും ആ ഒരു മൈൻഡ് ഒന്ന് ശീലിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഗിയർ ബ്രേക്കിംഗ് ചെയ്യുന്നത് ശീലിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒരു പെട്ടെന്നൊരു പട്ടിയോ അല്ലെങ്കിൽ ഒരു കാറോ എടുത്ത് കുറുകെ വയ്ക്കാൻ നേരത്തെ നമ്മൾ ഗിയർ ബ്രേക്കിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നോർമൽ ബ്രേക്ക് പിടിക്കണമെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പം കുറച്ചും കൂടെ ബ്രേക്കിംഗ് ആവും, വണ്ടി പെട്ടെന്ന് ചിറക്കി വീഴത്തുമില്ല കേട്ടോ. അതൊരു അടിപൊളി സാധനമാണ്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇത് എപ്പോഴും യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും വീഡിയോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. അവിടുത്തെ ചേച്ചിയൊക്കെ അന്നോട്ട് പോകണം കേട്ടോ. ഞാൻ ഔട്ട്ഡ്രോ ഒരു കിടില ഔട്ട്ഡ്രോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ ഗിയർ ന്യൂട്രായി പോയി. ഓക്കെ, മറ്റൊരു വീണ്ടും കാണാം.